മലയാളത്തിൽ നിറഞ്ഞ കഥാപാത്രങ്ങളിലും മോഡേൺ വേഷങ്ങളിലും ഒരുപോലെ തിളങ്ങുന്ന നടിയാണ് അനുശ്രീ. 2012 റിലീസായ ലാൽ ജോസ് സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലേസ് ആണ് അനുശ്രീയുടെ ആദ്യ സിനിമ. ചന്ദ്രേട്ടൻ എവിടെയാ, മഹേഷിന്റെ പ്രതികാരം, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, കഥ ഇന്നുവരെ, ഇതിഹാസ തുടങ്ങിയ നിരവധി സിനിമകളിൽ അനുശ്രീ അഭിനയിച്ചിട്ടുണ്ട്. 12th മാൻ ആണ് നടി അവസാനമായി അഭിനയിച്ച ചിത്രം. സോഷ്യൽ മീഡിയയിൽ സജീവമായ നടിയുടെ ഫോട്ടോകളും വീഡിയോകളും എപ്പോഴും വൈറലാണ്. ഇപ്പോഴിതാ ഉത്സവപ്പറമ്പിൽ കൈകൊട്ടി കളി കളിക്കുന്ന അനുശ്രീയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം നാട്ടിലെ ഉത്സവത്തിനാണ് താരം സുഹൃത്തുക്കൾക്കൊപ്പം ചുവടുവെച്ചത്. കടുന്നീലയും ചുവപ്പ് നിറത്തിലുള്ള ദാവണി ധരിച്ച് മുല്ലപ്പൂ ചൂടി ചുവടുവെക്കുന്ന താരത്തെ വീഡിയോയിൽ കാണാം. വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. അനുവിന്റെ സ്വന്തം നാട്ടിലെ കമുകംചേരി തിരുവിളങ്ങോനപ്പൻ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി അനുവും നാട്ടിലെ സുഹൃത്തുക്കളും ചേർന്ന് കൈകൊട്ടിക്കളി എന്ന അടിക്കുറിപ്പോടെയാണ് അനുശ്രീയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പിങ്കി വിശൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. പിന്നാലെ വീഡിയോയ്ക്ക് നിരവധി കമന്റുകളും വരുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും ലളിതമായി ജീവിക്കാൻ അനുശ്രീക്ക് സാധിക്കുന്നത് എന്നാണ് പലരും കുറിക്കുന്നത്. അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സ്ത്രീ പതിപ്പാണോ താങ്കൾ എന്നുമൊക്കെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. നാടുമായി ഒരു ബന്ധമുണ്ടെങ്കിലേ ഇതുപോലെ കഴിയുകയുള്ളൂ. AC ഇട്ട് കാറിൽ എക്സ്കോട്ടായി പോകുന്ന മറ്റു നടിമാർക്കും നടന്മാർക്കുമിടയിൽ അനുശ്രീ വ്യത്യസ്തയാണ്. ഏതെങ്കിലും ഒരു സിനിമാ നടി ഇങ്ങനെ നാട്ടിൽ പരിപാടിക്ക്, അതും ഗ്രൂപ്പായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുശ്രീ പൊളിച്ചു. ഒരു സിനിമാ നടിയാണെന്നുള്ള എന്തെങ്കിലും ജാട ഉണ്ടോ? എത്ര വലിയ ഉയരത്തിലെത്തിയാലും നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും ഒന്നാണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം പ്രവർത്തിക്കുന്ന അനുശ്രീ തന്നെയാണ് ഏറ്റവും മികച്ച നടി തുടങ്ങിയ നിരവധി കമന്റുകൾ വീഡിയോയ്ക്ക് വരുന്നുണ്ട്. അതേസമയം ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ അനുശ്രീ നാട്ടിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. മുൻപ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാരതാംബയായെത്തി അനുശ്രീ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട്. താൻ വളരെ ചെറുപ്പത്തിൽ ഇത്തരത്തിൽ പരിപാടികളൊക്കെ നാട്ടിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ഇപ്പോഴും ഇങ്ങനെയൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നത് സന്തോഷമാണെന്നുമാണ് അനുശ്രീ അന്ന് പറഞ്ഞത്. സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും നാടുമായും നാട്ടുകാരുമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് അനുശ്രീ.